ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ കയറി കാണുക കേട്ടോ. ഓണസ്റ്റി പേസ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഹോണസ്റ്റി എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യരുത്, എച്ച് സൈലൻ്റ് ആണ്. ഓണസ്റ്റി എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഓണസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധത എന്നുള്ളതാണ് മീനിങ്. ഓണസ്റ്റി പേസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, അതായത് നമ്മളുടെ സത്യസന്ധത നമുക്ക് മതിയായ പ്രതിഫലം നൽകും. അതായത് നമ്മൾ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ 100% സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ പേജ് നമ്പർ 126 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി കാണാം. നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ദ ഫാർമർ എന്നാണ് ഈ ഒരു സെക്ഷന് പേര് കൊടുത്തിട്ടുള്ളത്. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം അല്ലേ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കർഷകൻ എന്നുള്ളതാണ്. സ്റ്റോറി നോക്കാം. എ ഫാർമർ ലീവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. അപ്പോൾ ഒരു ഫാർമർ അദ്ദേഹം ലീവ്ഡ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നു. ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ. വിച്ച് വാസ് നിയർ ദ പാലസ്, അതെന്താണ്, പാലസിൻ്റെ അരികിലായിട്ട് അടുത്തായിട്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊട്ടാരം അല്ലേ. അപ്പം മന്ത്രിയും രാജാവും ഒക്കെയുള്ള വലിയ കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കർഷകൻ ജീവിച്ചിരുന്നത് ആ ഒരു വില്ലേജിൽ. ഹീ വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ്. അപ്പോൾ അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. അതേപോലെ ഓണസ്റ്റ് ആയിരുന്നു, അതായത് സത്യസന്ധനുമായിരുന്നു. ബട്ട് ഹീ കുഡിൻറ്റ് ഏൺ മച്ച്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാടൊന്നും ഏൺ ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ ഹീ തോട്ട്. അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി അല്ലേ. അപ്പോൾ ഭാവിയിലേക്ക് എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്ത് വെക്കണം, സേവ് ചെയ്ത് വെക്കണം, സ്വരുക്കൂട്ടി വെക്കണം, അദ്ദേഹം ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അപ്പം ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ, ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള അത്രയും അദ്ദേഹം സമ്പാദിച്ചു. ഓക്കെ, ദിസ് ഈസ് മൈൻ ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. അപ്പോൾ ആ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പറയാണ് കേട്ടോ, ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ, അദ്ദേഹം ആ ഒരു കോയിനിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹെസ് പാം എന്ന് പറഞ്ഞാൽ ഉള്ളംകൈ എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഗോൾഡ് കോയിൻ അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിലിരുന്ന് ഷൈനിങ് എന്ന് വെച്ചാൽ തിളങ്ങുന്നുണ്ട് അദ്ദേഹം നോക്കുന്ന സമയത്ത്. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ, ഞാൻ എവിടെയാണ് ഈ ഒരു കോയിൻ എടുത്ത് വെക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം, വീട്ടിൽ ഈ ഒരു കോയിൻ വെക്കുന്നത് സേഫ് അല്ല. കാരണം ഗോൾഡ് കോയിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കള്ളന്മാരൊക്കെ വിടുമോ? ഇല്ല അല്ലേ, കള്ളന്മാരൊക്കെ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ. അപ്പോൾ വീട്ടിൽ വെക്കുന്നത് ഇത് സേഫ് അല്ല. ഐ വിൽ കീപ്പ് ഇറ്റ് സംവെയർ എൽസ്, ഞാനിത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം എന്ന് കർഷകൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും കാലത്തെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വാങ്ങിച്ചതാണ്, അല്ല അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഇല്ല. അതുകൊണ്ട് സേഫായിട്ടൊരു സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കണമെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. വീട്ടിൽ വെക്കാൻ പറ്റില്ല, സേഫ് അല്ല, അപ്പോൾ വേറെ എവിടെയെങ്കിലും വെക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വേർ വിൽ ദ ഫാമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ, എവിടെയാണ് ഈ ഒരു ഗോൾഡ് കോയിൻ ആ ഒരു കർഷകൻ ഹൈഡ് ചെയ്യാൻ പോകുന്നത്? ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക കേട്ടോ. ഒളിപ്പിച്ച് വെക്കാൻ പോകുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇത് കുട്ടികളോട് ചുമ്മാ ചോദിക്കുക, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്കൊക്കെ അനുസരിച്ച് അവരെന്തെങ്കിലും ആൻസർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. എ സേഫ് പ്ലേസ്, അതായത് ഒരു സുരക്ഷിതമായ സ്ഥലം, നമ്മളുടെ ഗോൾഡ് കോയിൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ്. നോക്കാം നമുക്ക്. ദ ഫാർമർ വെൻറ്റ് നിയർ ദ പാലസ്. അപ്പം പാലസിൻ്റെ അടുത്തേക്ക്, അതായത് കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് ഫാർമർ പോയി. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം, ഏത് കൊട്ടാരമാണെങ്കിലും അതിന് ചുറ്റും വലിയ ചുറ്റുമതിലുണ്ടാവും അല്ലേ. ഇവിടെ ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. ഒരു ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ബിഗ്, വലിയ
മതിൽ ആ ഒരു കൊട്ടാരത്തിന് ചുറ്റിലും ഉണ്ടായിരുന്നു. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. അപ്പം നമ്മളുടെ കർഷകൻ ഒരു ലൂസ് ബ്രിക്ക് കണ്ടു. അതായത് ഇളകി പോയ ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയാവാം, അല്ലെങ്കിൽ കട്ട ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ വാൾ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു കട്ട. അപ്പോൾ ആ ഒരു ബ്രിക്ക് എന്തായിട്ടുണ്ട്, ഒരു ബ്രിക്ക് ഇങ്ങനെ ഇളകി കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു ഇൻ ദ വാൾ, ആ ഒരു വാളിൽ, മതിലിൽ. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ, ഹീ സെഡ് ടു ഹിംസെൽഫ്. അപ്പം കർഷകൻ പറയാണ്, ദിസ് ഈസ് എ സേഫ് പ്ലേസ്, ഇതാണ് ഒരു സുരക്ഷിതമായ സ്ഥലം, ടു ഹൈഡ് മൈ കോയിൻ, എൻ്റെ കോയിൻ ഒളിപ്പിക്കാൻ. അപ്പം ഈ ബ്രിക്കിനുള്ളിൽ, ഇളകിപ്പോയ ഈ ബ്രിക്കിനുള്ളിൽ വെക്കാനുള്ള പരിപാടിയാണ്. ഹീ സെഡ് ടു ഹിംസെൽഫ്, കർഷകൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, സ്വയം പറയാണ് കേട്ടോ. അപ്പം ഇതിവിടെ സേഫ് ആയിരിക്കും, ഈ ബ്രിക്കിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ആരും കാണില്ല എന്ന്. ഓക്കെ. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. ആൻഡ് ഫെൽറ്റ് ദ കോയിൻ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കോയിൻ എടുക്കുകയാണ്. ഹി ടിപ്ടോഡ് ടുവേർഡ്സ് എ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അപ്പം എന്താണ്, ഇങ്ങനെ പതുങ്ങി പോവുകയാണ്, ആരും കാണാതെ വേണം വെക്കാൻ, സേഫായിട്ട് വെക്കണ്ടേ. അപ്പം ഇങ്ങനെ പതുങ്ങി ടിപ്ടോഡ് മീൻസ് പതുങ്ങി പോയി. ടുവേർഡ്സ് എ വാൾ, ആ ഒരു വാളിൻ്റെ അടുത്തേക്ക്. ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്, എന്നിട്ട് ആ ഒരു ഇളകി കിടക്കുന്ന ഒരു ബ്രിക്ക് ഉണ്ടല്ലോ, കട്ട, അതിങ്ങനെ എടുത്തു. എന്നിട്ടോ കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ്. അപ്പോൾ ആ കട്ട എടുത്താൽ കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ എന്ത് ചെയ്തു, കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടുകൂടി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ ഈ ഒരു ഗോൾഡ് കോയിൻ വെച്ചു. ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക് ബാക്ക്, എന്നിട്ട് എന്ത് ചെയ്തു, ആ കട്ട തിരിച്ച് അവിടേക്ക് തന്നെ വെച്ചു. അപ്പോൾ വാൾ കംപ്ലീറ്റ് ആയില്ലേ, കട്ട തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചപ്പം. അതെ, ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, യു ആർ മൈ ലൈഫ്. അപ്പം കോയിനോട് പറയാണ്, ബി സേഫ് ഹിയർ, ഇവിടെ സേഫ് ആയിട്ടിരിക്കുക, മൈ ഡിയർ കോയിൻ, എൻ്റെ പ്രിയപ്പെട്ട കോയിനെ, യു ആർ മൈ ലൈഫ്, നീയാണ് എൻ്റെ ജീവിതം. ഹി വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, പതിയെ പറയില്ലേ, അതാണ്, അദ്ദേഹം മന്ത്രിച്ചു. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി നടന്നുപോയി. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ? എന്തുകൊണ്ടാണ് ഈ ഒരു ഫാർമർ ഗോൾഡ് കോയിന് ഈ വാളിൻ്റെ ആ ഒരു ഇളകിയ ബ്രിക്ക് ഉണ്ടല്ലോ അതിനുള്ളിൽ വെക്കാം എന്ന് തീരുമാനിച്ചത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? അത് അവിടെ കൊട്ടാരത്തിൻ്റെ വാളാണല്ലേ, അപ്പോൾ അതവിടെ സേഫ് ആയിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അത് കുട്ടികളോട് ചോദിക്കാട്ടോ ആൻസർ, അവർ ചെയ്യട്ടെ. വിൽ ദ കോയിൻ ബി സേഫ് ദർ? അവിടെ ആ കോയിൻ സേഫ് ആയിരിക്കുമോ? അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക. ചിലർക്ക് സേഫായിട്ട് തോന്നാം, കാരണം എന്താണ്, കൊട്ടാരത്തിൻ്റെ വോളാണ് അല്ലേ. ചിലർക്ക് സേഫ് അല്ലാതെയും തോന്നാം, കാരണം എന്താണ്, ഇദ്ദേഹം ഇവിടെ പോയിട്ട് ആ ബ്രിക്ക് ഇളക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചത് അല്ലേ. അപ്പോൾ ആരും കാണാനും ചോദിക്കാനും പറയാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ സേഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കവിടെ ഉണ്ടാവും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഡു യു തിങ്ക് സോ? അതായത് സേഫ് ആണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, സേഫ് അല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക, അവർ പറയട്ടെ. അപ്പം സ്റ്റോറി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ആൻസർ മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ദ ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, തീരുമാനം അല്ലേ. മന്ത്സ് പാസ്റ്റ്, മാസങ്ങൾ കടന്നുപോയി. ഡം ഡം ഡം, ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർ ദ സൗണ്ട് ഓഫ് ഡ്രംസ്. അപ്പോൾ എന്താണ്, ശബ്ദം കേൾക്കുകയാണ്, ഡം 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 എന്നുള്ള ശബ്ദം. ഫാർമറും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും ഹിയർ ദ സൗണ്ട് ഓഫ് ഡ്രംസ്, അതായത് പെരുമ്പറ മുട്ടുന്ന ശബ്ദം കേട്ടു. ആരൊക്കെ? ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും. ആൻ അനൗൺസ്മെൻറ്റ് എക്കോഡ് ഇൻ ദ എയർ. അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിളംബരം. എക്കോഡ് ഇൻ ദ എയർ, ആ ഒരു വായുവിൽ, എയറിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് ആ ഒരു വിളംബരത്തിൻ്റെ ആ ഒരു ശബ്ദം. ഓ ഇറ്റ് ഈസ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെറ്റ്. അപ്പം എന്താണ്, അതൊരു കാർണിവലാണ്. കാർണിവൽ എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം, നമ്മളുടെ നാട്ടിലൊക്കെ ഈ യന്ത്ര ഊഞ്ഞാൽ, അതേപോലെ ആകാശത്തോണി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു കാർണിവൽ നടത്തില്ലേ, പ്രോഗ്രാം നടത്തില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു കാർണിവൽ അല്ലെങ്കിൽ സർക്കസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ കാർണിവൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാർണിവലിൻ്റെ എന്താണ്, പെരുമ്പറയാണ് ഇവിടെ മുഴങ്ങിയിട്ടുള്ളത്, അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് അതൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി. പക്ഷേ
ദ ഫാർമർ റിപ്ലൈഡ്. ഫാർമർ എന്താ പറയുന്നത്? ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി. പക്ഷെ നമുക്ക് എന്താണ്, പൈസ ഇല്ല, പണമില്ല. ദ ഫാർമർ റിപ്ലൈഡ്. ഫാർമർ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. എല്ലാ ദിവസവും എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. നിങ്ങൾ എന്താണ്, ഒരു ഹോഴ്സിനെ പോലെ, ഒരു കുതിരയെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, ഹിസ് വൈഫ് സെഡ്. പക്ഷെ എന്താണ്? ബട്ട് നിങ്ങളുടെ നിങ്ങളുടെ പോക്കറ്റ്സ് എന്താണ്? ആർ ഓൾവേസ് എംപ്റ്റി. എപ്പോഴും എന്താണ്? എംപ്റ്റി ആണ്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ കാലി, ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥ, പൈസ ഇല്ലാത്ത അവസ്ഥ. ഹിസ് വൈഫ് സെറ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. അപ്പം ഫാർമർ എന്ത് ചെയ്തു? ലെഫ്റ്റ് ദ ഹൗസ്, വീട്ടിൽ നിന്ന് പോയി. വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. അട്ടറിങ് മീൻസ് എന്താണ്? ശബ്ദിക്കുക. വിത്തൗട്ട് അട്ടറിങ് എ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അപ്പം എന്താണ്? ഫാർമർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹർ ടു ദ കാർണിവൽ. എങ്ങനെയാണ് എനിക്ക് അവളെ ഈ ഒരു കാർണിവലിന് കൊണ്ടുപോകാൻ കഴിയുക? ഹീ വാസ് വെരി സാഡ്. അദ്ദേഹം വളരെ സാഡായി, എന്താണ്? ദുഃഖിതനായി. സഡൻലി, പെട്ടെന്ന്. ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. അദ്ദേഹത്തിന് ആ ഗോൾഡ് കോയിനെ കുറിച്ച് ഓർമ്മ വന്നു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അപ്പോൾ അദ്ദേഹം എന്താണ്? ആ ഒരു ഗോൾഡ് കോയിൻ ആ ഒരു ബ്രിക്കിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? വിൽ ദ ഫാർമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്. ആ ഒരു ഗോൾഡ് കോയിന് ഫാർമറിന് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. കുട്ടികളോട് ചോദിക്കുക, അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. വൈ ഡു യു തിങ്ക് സോ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് എന്നാണ്. അതായത് തിരിച്ച് കിട്ടുമെന്നാണെങ്കിലും തിരിച്ച് കിട്ടില്ല എന്നാണെങ്കിലും അതിൻ്റെ റീസൺ ആണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ്, ബാക്ക് ടു ദ പാലസ്. തിരികെ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക്. അതായത് എന്താണ്? ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടി തിരികെ പോവുകയാണ് അല്ലേ? അതാണ് ഇവിടെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫാർമർ ഹറീഡ് ടു ദ പാലസ്. ഹറീഡ് മീൻസ് തിരക്കിട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്? പാലസിലേക്ക് നമ്മളുടെ കർഷകൻ പോവുകയാണ്. എന്നിട്ടോ നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. അപ്പോൾ എന്താണ്? നോക്കുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇല്ല. സെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊന്നും ഇല്ല. ഹീ മൂവ്ഡ് ടുവേർഡ്സ് ദ വാൾ. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു വാളിൻ്റെ അടുത്തേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോയിൻ വെച്ചിട്ടുള്ള ആ ഒരു വാളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തു, അങ്ങോട്ട് ചെന്നു. സഡൻലി ഹീ സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഹീ സോ ദ കിങ്. അദ്ദേഹം കിങ്ങിനെ കണ്ടു, ഫാർമർ കിങ്ങിനെ കണ്ടു. സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. ബാൽക്കണി എന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പാകത്തിന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ബാൽക്കണിയിൽ ഇങ്ങനെ രാജാവ് നിൽക്കുന്നത് ആര് കണ്ടു? നമ്മളുടെ കർഷകൻ പെട്ടെന്ന് കണ്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? രാജാവിനെ കണ്ട ഇതിൽ പേടിച്ചു. ഹൂ ഈസ് ദെയർ? എ ഗാർഡ് ഷൗട്ടഡ്. അപ്പോൾ ഒരു ഗാർഡ് ചോദിക്കുകയാണ്, ആരാണ് അവിടെ? അങ്ങനെ ഗാർഡ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഷൗട്ട് ചെയ്തു. ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. അപ്പോൾ ഫാർമർ എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. രാജാവ് അദ്ദേഹത്തിനെ കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? എന്തിനാണ് ആ മാൻ ഓടുന്നത്? മനുഷ്യൻ എന്തിനാണ് ഓടുന്നത്? ഹി വണ്ടേർഡ്. രാജാവിന് ഒരു സന്ദേഹം തോന്നി, അതായത് ഒരു സംശയം തോന്നി. എന്തിനാണ് അദ്ദേഹം അവിടെ ആരാന്ന് ഗാർഡ് ചോദിച്ച സമയത്ത് ഈ ഒരു കർഷകൻ ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംശയം സ്വാഭാവികമായിട്ടും തോന്നും അല്ലേ? അപ്പോൾ അതേപോലെ രാജാവിന് തോന്നി. അപ്പോൾ രാജാവ് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് അദ്ദേഹം ഓടുന്നത് എന്ന്. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ, ഹി ഓർഡേർഡ്. അപ്പം രാജാവ് എന്ത് പറഞ്ഞു? സ്റ്റോപ്പ് ദ മാൻ, ആ ഒരു മനുഷ്യനെ പിടിക്കാൻ പറയാണ്. ആൻഡ് ബ്രിങ് ഹിം ഇൻ, എന്നിട്ട് അവനെ ഇവിടെ കൊണ്ടുവരൂ. ഹി ഓർഡേർഡ്, അദ്ദേഹം ഉത്തരവിട്ടു. ഓർഡേർഡ് മീൻസ് ഉത്തരവിടുക കേട്ടോ. ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാർമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. അപ്പോൾ സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭടന്മാരുണ്ടാവില്ല, അവരെന്ത് ചെയ്തു? ഫാർമറിനെ ചേസ് ചെയ്തു, പുറകെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? കോട്ട് ഹിം, എന്നിട്ട് അദ്ദേഹത്തിനെ പിടിച്ചു, ഫാർമറിനെ പിടിച്ചു. ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്, എന്നിട്ട് കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ കിങ് ഓർഡർ ടു ബ്രിങ് ദ ഫാർമർ? അപ്പോൾ എന്തിനാണ് ഫാർമറിനെ പിടിച്ചു കൊണ്ടുവരാൻ രാജാവ് പറഞ്ഞത് എന്നാണ്. എന്തുകൊണ്ടാണ്? ഒരു കർഷകൻ ഓടിയാണ് അല്ലേ ചെയ്തത്. ഓടിയ സമയത്ത് ആർക്കായാലും സ്വാഭാവികമായിട്ട് സംശയം തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് രാജാവ് അവനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫാർമർ? എന്തായിരിക്കും ഇനി ഫാർമറിന് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അറ്റ് ദ റോയൽ കോർട്ട്, അതായത് രാജസദസ്സിൽ എന്നുള്ളതാണ്. വൈ ഡിഡ് യു റൺ അവേ? ദ കിങ് ആസ്ഡ്. എന്തുകൊണ്ടാണ് നീ ഓടിപ്പോയത് എന്ന് രാജാവ് ചോദിച്ചു. ദ ഫാർമർ ലുക്ക്ഡ് ഡൗൺ, ഹി വാസ് ഷിവറിങ്. ഫാർമർ എന്ത് ചെയ്തു? ലുക്ക്ഡ് ഡൗൺ, താഴോട്ട് നോക്കി, അതായത് തല കുനിച്ച് ഇങ്ങനെ നിന്ന്
താഴോട്ട് നോക്കുകയാണ്. ഹി വാസ് ഷിവറിങ്. അദ്ദേഹം എന്താണ്, വിറയ്ക്കുന്നുണ്ട്, പേടിച്ചിട്ടാണ് വിറയ്ക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻഡ്? ദ കിങ് ആസ്ഡ്. എന്താണ് സംഭവിച്ചത്? ദ കിങ് ആസ്ഡ്. കിങ് ചോദിച്ചു. ദ ഫാർമർ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. അപ്പം ഫാർമർ എന്ത് ചെയ്തു? മുഴുവൻ കഥയും അദ്ദേഹം എന്താണ് ഒരു ഗോൾഡ് കോയിൻ ഉണ്ടാക്കി അത് ഇവിടെ ഒളിപ്പിച്ച് വെച്ച കാര്യം വരെ എല്ലാ കഥകളും രാജാവിനോട് പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. അപ്പം കിങ് എന്ത് ചെയ്തു? എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഒക്കെ സത്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു തമാശയാവാം എന്നുള്ള രീതിയിൽ രാജാവ് തീരുമാനിക്കുകയാണ്. ഓക്കെ, ഹി സെറ്റ്. അദ്ദേഹം ഓക്കെ പറഞ്ഞു. ഐ വിൽ ഗീവ് യു അനദർ ഗോൾഡ് കോയിൻ, ഗോ ഹോം. അപ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ നിനക്ക് വേറൊരു ഗോൾഡ് കോയിൻ തരാം. അതെന്നെ വേണമെന്നില്ലല്ലോ, വേറെ ഒന്ന് തരാം. ഗോ ഹോം, എന്നിട്ട് നീ വീട്ടിൽ പോയിക്കോ എന്ന് രാജാവ് പറയുകയാണ്. വൈ ഡിഡ് ദ കിങ് ഡിസൈഡഡ് ടു ഗീവ് ദ ഫാർമർ എ ഗോൾഡ് കോയിൻ? എന്തുകൊണ്ടാണ് രാജാവ് ഈ ഒരു ഫാർമറിന് വേറൊരു ഗോൾഡ് കോയിൻ കൊടുക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം ജെന്യുയിൻ ആണ്, ഓണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന്, ഫാർമറാണ് എന്ന് രാജാവിന് തോന്നിയുണ്ടാവാം അല്ലേ? വിൽ ദ ഫാർമർ അക്സെപ്റ്റ് ദ ഗോൾഡ് കോയിൻ? ആ ഒരു ഗോൾഡ് കോയിൻ, രാജാവ് കൊടുക്കാമെന്ന് പറഞ്ഞ ഗോൾഡ് കോയിൻ, അത് ഫാർമർ സ്വീകരിക്കുമോ, അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ്, ദ ഓഫർ, വാഗ്ദാനം എന്നുള്ളതാണ് ടൈറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. അപ്പോൾ ഫാർമർ എന്താണ്, കൺഫ്യൂസ്ഡ് ആയി അല്ലേ. ഐ എം സോറി യുവർ മജസ്റ്റി, പ്ലീസ് അലൗ മീ ടു ടേക്ക് മൈ കോയിൻ. അപ്പം എന്താണ്, രാജാവ് വേറെ കോയിൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഈ നമ്മളുടെ കർഷകനാകെ കൺഫ്യൂസ്ഡ് ആയി. ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം. യുവർ മജസ്റ്റി. മജസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരെയൊക്കെ ബഹുമാനപൂർവ്വം നമ്മൾ പറയുന്നതാണ്. എന്താണ്, തിരുമനസ്സേ എന്ന് പറയില്ലേ, അല്ലെ അങ്ങുന്നേ എന്നൊക്കെ പറയില്ലേ. അപ്പം എന്നോട് ക്ഷമിക്കണം തിരുമനസ്സേ എന്നാണ് പറഞ്ഞത്. പ്ലീസ് അലൗ മീ ടു ടേക്ക് മൈ കോയിൻ. എൻ്റെ കോയിൻ എടുക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് പറയണം. ഫോർഗെറ്റ് യുവർ കോയിൻ, ടേക്ക് 2 ഗോൾഡ് കോയിൻസ് ഇൻസ്റ്റഡ്. അപ്പോൾ നിൻ്റെ കോയിൻ നീ മറന്നേക്ക്. ഫോർഗെറ്റ് മീൻസ് മറന്നേക്ക്. ടേക്ക് 2 ഗോൾഡ് കോയിൻസ് ഇൻസ്റ്റഡ്. പകരം 2 ഗോൾഡ് കോയിൻസ് നീ എടുത്തോ. ഓഫേർഡ് ദ കിങ് വാഗ്ദാനം ചെയ്തു, ഓഫർ ചെയ്തു. സോറി യുവർ മജസ്റ്റി, എന്നോട് ക്ഷമിക്കണം തിരുമനസ്സേ. ദ ഫാർമർ റെഫ്യൂസ്ഡ്. ഫാർമർ ആ ഒരു ഓഫർ എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു, അതായത് തിരസ്കരിച്ചു. അതായത് ആ ഒരു ഓഫർ വേണ്ടാന്ന് പറഞ്ഞു. മൈ കോയിൻ ഈസ് സോ പ്രഷ്യസ് ടു മീ, ഹീ സെറ്റ്. അപ്പം ഫാർമർ പറയാണ്, എൻ്റെ കോയിൻ എനിക്ക് വളരെയധികം പ്രഷ്യസ് ആണ്, വിലപ്പെട്ടതാണ്. ഹി സെറ്റ്, അദ്ദേഹം പറഞ്ഞു. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. അപ്പോൾ കിങ് എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ്, അതായത് കോയിൻസിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അദ്ദേഹം വാഗ്ദാനം ചെയ്ത ഗോൾഡ് കോയിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. 10 കോയിൻസ്, 10 കോയിൻസ്, 100 കോയിൻസ്, 100 കോയിൻസ്, 1000 കോയിൻസ്, 1000 കോയിൻസ് ആൻഡ് സോ ഓൺ. പിന്നെ അങ്ങനെ പോവുകയാണ്. ഈ ഒരു ഗോൾഡ് കോയിൻ ആണെന്ന് ഓർക്കണം കേട്ടോ, സാധാ കോയിൻ അല്ല, ഗോൾഡ് കോയിൻ ആണ്. അതിൻ്റെ എണ്ണമാണ് ഇപ്പം 1000 അതിങ്ങനെ കൂടിക്കൂടി കൊണ്ടുവരികയാണ് രാജാവ്. പക്ഷെ എന്താണ്, ബട്ട് ദ ഫാർമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. പക്ഷേ ഇപ്പോഴും ഫാർമർ എന്താണ്, ആ ഒരു കിങ്ങിൻ്റെ ഓഫർ, വാഗ്ദാനം സ്വീകരിക്കാൻ തയ്യാറല്ല. തന്നെ കോയിൻ, അതായത് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി താൻ ഉണ്ടാക്കിയ അതേ കോയിൻ മാത്രമാണ് തനിക്ക് വേണ്ടത്. കാരണം അത് മാത്രമാണ് തനിക്ക് അവകാശപ്പെട്ടത് എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം അല്ലേ ഈ ഒരു രാജാവിൻ്റെ ഓഫർ അദ്ദേഹം സ്വീകരിക്കാതിരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡിൻ ദ ഫാർമർ അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ? എന്തുകൊണ്ടാണ് കിങ്ങിൻ്റെ ഓഫർ ഈ ഒരു നമ്മളുടെ കർഷകൻ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് അല്ലേ. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റേത് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളൊരു ഗോൾഡ് കോയിനാണത്. സോ അതുകൊണ്ടുമാവാം. ഇഫ് യു വർ ദ ഫാർമർ വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ആ ഒരു ഫാർമറിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. കുട്ടികളോട് ചോദിക്കുക, അവർ ആൻസർ ചെയ്യട്ടെ. ആ ക്ലവർ ഐഡിയ, അതായത് സാമർഥ്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ കൗശലപരമായിട്ടുള്ള ഒരു ഐഡിയ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർഗെറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗീവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെറ്റ്. അപ്പോൾ കിങ് പറയാണ്, ഫോർഗെറ്റ് യുവർ കോയിൻ, നീ നിൻ്റെ കോയിൻ മറന്നേക്ക്. ഐ വിൽ ഗീവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം. കിങ്ഡം എന്ന് പറഞ്ഞാൽ രാജ്യം. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തരാം. ദ കിങ് സെറ്റ്, കിങ് പറഞ്ഞു.
വിച്ച് ഹാഫ് ഡു യു വാണ്ട്? ഏത് പകുതിയാണ് നിനക്ക് വേണ്ടത്? യു ക്യാൻ ഡിസൈഡ്. നിനക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്. കിങ് എന്ത് ചെയ്തു? പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. ദ ഫാർമർ തോട്ട് ഫോർ എ വൈൽ. അപ്പോൾ ഫാർമർ കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചു. യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഇസ് കെപ്റ്റ്. അപ്പം എന്താണ്? അങ്ങുന്നേ, ഐ വിൽ ടേക്ക് ദ ഹാഫ്, ഞാൻ പകുതി എടുത്തോളാം. വേർ മൈ കോയിൻ ഇസ് കെപ്റ്റ്, ഞാൻ എൻ്റെ കോയിന് വെച്ചിട്ടുള്ള ആ ഒരു പകുതി ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തോളാം. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ, അപ്പോൾ എനിക്ക് എൻ്റെ കോയിൻ കിട്ടും. ആൻഡ് ഗീവ് ബാക്ക് യുവർ കിങ്ഡം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ ഒരു രാജ്യം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ഹി സെറ്റ്, ഫാർമർ പറഞ്ഞു. ദ കിങ് ലൈക്ക് ദ ഫാർമേഴ്സ് ഐഡിയ. അപ്പം ഫാർമറിൻ്റെ ഐഡിയ കിങ്ങിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹേഴ്സ് ഫേസ്. അപ്പം എന്താണ്? അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അപ്പിയർഡ് മീൻസ് എന്താ? പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. ഞാൻ നിൻ്റെ ഹാർഡ് വർക്കിനെയും അതേപോലെ തന്നെ എന്താണ്? സത്യസന്ധത, ഓണസ്റ്റിനെയും ആരാധിക്കുന്നു എന്ന് രാജാവ് പറയാണ്. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, ദ കിങ് സെറ്റ്. നിനക്ക് നിൻ്റെ കോയിനും എടുക്കാം, അതോടൊപ്പം തന്നെ ഞാൻ ഓഫർ ചെയ്തിട്ടുള്ള എൻ്റെ ഗിഫ്റ്റും നിനക്കുള്ളതാണ് എന്ന് കിങ് പറയാണ്. ദ ഫാർമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. അപ്പം ഫാർമർ എന്താണ്? വളരെ സർപ്രൈസ്ഡ് ആയി. എന്തുകൊണ്ടാണ്? ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. അദ്ദേഹം രാജാവ് ഓഫർ ചെയ്തിട്ടുള്ള ഒരുപാട് ഗോൾഡ് കോയിൻസിൻ്റെ ആ ഒരു ഗ്ലിറ്ററിങ് മീൻസ് തിളക്കം, അത് കണ്ടിട്ട് എന്താണ്? ഫാർമർ സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്തായിരുന്നു കിങ്ങിൻ്റെ ഓഫർ? നിൻ്റെ ഗോൾഡ് കോയിൻ നീ മറന്നേക്ക്, എന്നിട്ട് എന്താണ്? എൻ്റെ കിങ്ഡത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാമെന്നല്ലേ. അപ്പം എന്താണ്? വൈ ഡിഡ് ദ കിങ് ഗീവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ? എന്തുകൊണ്ടാണ് ഗോൾഡ് കോയിൻസ്, അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ള ഗോൾഡ് കോയിൻസ് മുഴുവൻ ഈ ഒരു ഫാർമറിന് കൊടുത്തത്? എന്തുകൊണ്ടാണ്? ഫാർമർ വളരെ ഹാർഡ് വർക്കിങ്ങും അതുപോലെ ഓണസ്റ്റും ആണ് എന്ന് രാജാവ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അല്ലേ. രാജാവിന് അദ്ദേഹത്തോട് ആരാധന തോന്നി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗോൾഡ് കോയിൻ മുഴുവനായിട്ട് ആർക്ക് കൊടുത്തത്? കർഷകന് കൊടുത്തത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറി പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ 100% സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, അതിനേക്കാൾ ശോഭിക്കുന്ന ഒരു ഭാവി ഒരുപക്ഷെ നമുക്കതിലൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ കർഷകൻ്റെ ഒരു ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് അല്ലേ. സോ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.